ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഇഫ്താറിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 3 സവാളയും 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് പോയി കിട്ടണത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഒരു 1/2 കപ്പ് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തതായിട്ട് ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 3 കിഴങ്ങ് വേവിച്ചെടുത്ത് നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു കിഴങ്ങ് വേവിച്ചെടുത്ത സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനുള്ള ഉപ്പും കൂടെ ഞാനിവിടെ സോള വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിഴങ്ങും മസാലയൊക്കെ നല്ലപോലെ മിക്സായി കിട്ടുന്നത് വരെ ഇതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടാറി വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് മുട്ട വെച്ചിട്ട് ചെറിയൊരു മിക്സർ കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിനെ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കോഴിമുട്ടയിലേക്ക് നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ കട്ട്ലറ്റൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകുന്നുള്ള യാതൊരു ടെൻഷൻ്റെയും ആവശ്യമില്ല. നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കട്ട്ലറ്റൊക്കെ കിട്ടും. അപ്പോൾ ഒട്ടും പൊട്ടിപ്പോവാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് റെഡിയാക്കി എടുക്കാനുള്ള നല്ല ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത്. ഇനി ഓരോ കട്ട്ലറ്റും എത്രത്തോളാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ഓരോ ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് കട്ട്ലറ്റൊക്കെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ. ഒരു കുക്കി കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് ഷേപ്പിലും ഒക്കെ നമുക്ക് ഈ ഒരു കട്ട്ലറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കോഴിമുട്ടയുടെ ആ ഒരു മിക്സിൽ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ മുട്ടായ മിക്സർ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കട്ട്ലേറ്റ് കോട്ട് ചെയ്തെടുക്കാനും ഈ ഒരൊറ്റ മിക്സർ മതിയാവും. അപ്പോൾ ഒരുപാട് മുട്ട നമുക്ക് ചിലവായിട്ടും വരില്ല. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ബ്രെഡ് ക്രംസിൽ ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതും ഒക്കെ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഉന്നക്കായൊക്കെ ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിൽ ആദ്യം ഒന്ന് നീളത്തിൽ ഷേപ്പ് ചെയ്തെടുത്ത് പിന്നെ അതിനെ ഒന്ന് കൈവച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ 2 അറ്റം ഒന്ന് സൈഡ് കറക്റ്റ് ആക്കി എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇഫ്താർ സമയത്തൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സ്നാക്കിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ എണ്ണ യൂസ് ചെയ്യാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയും അതുപോലെ തന്നെ ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയും എല്ലാം ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു സെയിം രീതിയിൽ തന്നെ ഞാൻ ബാക്കിയുള്ള കട്ട്ലറ്റ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും കട്ട്ലറ്റാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറഞ്ഞ അളവിലാണ് കേട്ടോ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല പോലെ മുങ്ങി പൊരിഞ്ഞ് കിട്ടുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ യൂസ് ചെയ്തിട്ടുള്ള എണ്ണ വീണ്ടും യൂസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറഞ്ഞ അളവിൽ മാത്രമാണ് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫുള്ളായിട്ടും എണ്ണയിൽ മുങ്ങിക്കിടക്കാത്തതുകൊണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് എണ്ണ കൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അത് മുകൾ ഭാഗം ഫുള്ളൊന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നല്ല ഗോൾഡൻ കളറായി വരുന്നത് വരെയാണ് നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് അങ്ങനെ എണ്ണ കുടിക്കൊന്നുമില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളിതിലേക്ക് കോൺഫ്ലോറൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്ന സമയത്ത് ചിലർക്കെങ്കിലും ഇത് പൊട്ടിപ്പോകുന്നു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്തിട്ട് നമ്മൾ ആ ഒരു മുട്ട മിക്സർ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ കട്ട്ലേറ്റ് കിട്ടും. ഒട്ടും തന്നെ പൊട്ടിപ്പോകുന്നില്ല. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള കട്ട്ലറ്റിൽ നിന്നും കുറച്ച് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ വെച്ചിട്ട് ഞാൻ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.